ഏകദേശം 26 വയസ്സുള്ള ഒരു US യുവതി ഇന്ത്യൻ വിദ്യാർത്ഥികളെക്കുറിച്ച് റെഡിറ്റിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. US-ൽ ബിരുദാനന്തര ബിരുദം നേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ച നടക്കുന്നത്. താൻ ജോലി ചെയ്യുന്ന സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലെ 99% വിദ്യാർത്ഥികളും ഇന്ത്യക്കാരാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കാനെത്തിയതിൽ അവർ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതൊരു സ്കാം ആണോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ US-ൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെയാണ് പലരും US-ലേക്ക് വരുന്നതെന്നും എന്നാൽ പലപ്പോഴും കടബാധ്യതയിൽപ്പെടുകയും പ്രതീക്ഷിച്ചതുപോലെ ജോലി കണ്ടെത്താനാകാത്ത സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് കാരണമായി യുവതി പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജുകൾ നിലവാരം കുറഞ്ഞതാണെന്നും അതുകൊണ്ട് തന്നെ ജോലി എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ പലർക്കും കഴിയുന്നില്ലെന്നുമാണ്. 300ഓളം കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ക്ലാസ് റൂം ബിഹേവിയറിനെ കുറിച്ചും അവർ പറയുന്നുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഉച്ചത്തിലുള്ള സംസാരത്തെക്കുറിച്ചാണ് അവർ വിമർശിക്കുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തേക്കാൾ ലാഭത്തിന് മുൻഗണന നൽകുന്ന സ്കാം കോളേജുകൾ എന്ന് വിളിക്കപ്പെടുന്ന നിലവാരമില്ലാത്ത കോളേജുകളിൽ പല ഇന്ത്യൻ വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ടെന്ന കാര്യം സംബന്ധിച്ച് നിരവധി കമൻറ്റുകൾ പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. US-ലേക്ക് കുടിയേറാനുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ആഗ്രഹം ഇത്തരം കോളേജുകൾ ചൂഷണം ചെയ്യുകയാണെന്നാണ് ചിലർ പോസ്റ്റിന് താഴെ കമൻ്റ് ഇട്ടിരിക്കുന്നത്. US-ൽ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് ഈ സംവാദം വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും ഇത് കുടിയേറ്റത്തിൻ്റെ തുടക്കമാണെന്ന അഭിപ്രായം പറയുന്നവരും നിരവധിയാണ്. അമേരിക്കൻ ടെക് വ്യവസായത്തിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ സുപ്രധാന സംഭാവന നൽകിയിട്ടുണ്ടെന്ന് പലരും വാദിക്കുന്നു. മികച്ച വിദ്യാർത്ഥികൾ പലപ്പോഴും മികച്ച സർവകലാശാലകളിലേക്ക് പോവുകയും സിലിക്കൺ വാലി പോലുള്ള സ്ഥലങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുവെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ US-ൽ പഠിക്കുന്നത് ഒരു പുതിയ പ്രവണതയല്ലെങ്കിലും കാലക്രമേണ കാര്യങ്ങൾ മാറിയെന്നാണ് ടെക് ഇൻഫ്ലുവൻസർ ദർഭാഗ്യ ദാസ് പറയുന്നത്. ചില ഏജൻസികൾ ഇപ്പോൾ നിലവാരം കുറഞ്ഞ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്നു. നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനേക്കാൾ പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി ഈ പ്രോഗ്രാമുകളെ കണക്കാക്കുകയാണ് അവരെന്നും ദർഭാഗ്യദാസ് പറയുന്നുണ്ട്. ടെക് തൊഴിൽ വിപണി നിലവിൽ വളരെ ടഫാണ്. ബിരുദധാരികൾക്ക് നല്ല ജോലി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. US സർവകലാശാലകളിലേക്ക് ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്നുണ്ട്. മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നു. ഇത് കോളേജുകൾ തമ്മിലുള്ള മത്സരത്തിന് തന്നെ കാരണമാകുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. US മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ചെലവുകളും കുറഞ്ഞ തൊഴിലവസരങ്ങളും ഗുരുതരമായ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുക. കാനഡയെ പോലെ തന്നെ US-ലും തൊഴിൽ അഭാവം ഉണ്ടാകാമെന്നും ചിലർ വാദിക്കുന്നുണ്ട്. US-ൽ പഠിക്കുമ്പോൾ ഇന്ത്യക്കാരും മറ്റ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ സംവാദം ഓർമ്മപ്പെടുത്തുന്നത്. US ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം 2022-23 അധ്യയന വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് 2,68,923 അന്തർദേശീയ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ വിദ്യാഭ്യാസത്തിനായി എത്തിയെന്നാണ് കണക്കുകൾ. 2024 ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ നിന്നുള്ള വിദ്യാർത്ഥി വിസ അപേക്ഷകളിൽ ഗണ്യമായ വർധനവ് കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിലെ US എംബസി തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. US-ൽ ഏകദേശം 2,70,000 ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. അവിടെയുള്ള മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ 4/1 വരും ഇത്. 2018, 19, 20 എന്നീ വർഷത്തേക്കാൾ കൂടുതൽ സ്റ്റുഡൻറ് വിസകൾ 2023 ഇന്ത്യയിലെ US മിഷൻ അനുവദിച്ചിട്ടുമുണ്ട്.